ഹലോ, അപ്പോൾ അത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ആ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് പൂരാടാണ്. അപ്പോൾ തിരുവോണത്തിന് ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ മഴ പൊടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി കുളിച്ചിട്ട് വന്നിട്ട് മിറ്റം തൂക്കാമെന്ന് കേട്ടോ. അപ്പം മിറ്റം തൂക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഴത്തുള്ളികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇടലോക്കി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ പിന്നെ പോയി വിളക്കൊക്കെ കൊളുത്തി വന്നിട്ട് തലേന്നിട്ട പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാരിക്കളയാണ്. മഴയൊന്നും ഇല്ലായിരുന്നു തലേന്ന്. നമ്മൾ രാവിലെ ചെറുതായിട്ട് പൊടിച്ചുകൊണ്ടുള്ളത് നന്നായിട്ട് ഒട്ടിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തലേന്നത്തെ വെയിൽ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ തറയൊക്കെ അതായത് ഇങ്ങനെ പൊളന്ന് വിണ്ട് കീറിയിരിപ്പുണ്ടായിരുന്നു. അതായത് പൊട്ടിപ്പൊളന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ചാണകമൊക്കെ തേച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പൂ പറിക്കാനായിട്ട് പോകണം. ഇന്നലെ നമ്മൾ അതായത് മൂലത്തിൻ്റെ അന്ന് നമ്മൾ നമ്മുടെ നടന്നു പോകുന്ന വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തെ അമ്മയും നമ്മുടെ വീട്ടിലെ അമ്മ എല്ലാവരും കൂടെ കൂടിയിട്ട് വഴിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പൂ പറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. കാരണം പൂ പറിക്കുന്ന വീഡിയോ എടുത്തരാൻ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുറച്ച് അതിസാഹസികമായിട്ടാണ് ഈ കുടമുല്ലപ്പൂവൊക്കെ പോയി പറിച്ചത് കേട്ടോ. കുറച്ച് പൊക്കത്തിലായിരുന്നു നിന്നത്. അങ്ങനെ കിട്ടിയ പൂക്കളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ വീട്ടിലൊരു തറയിലൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിനകത്തോട്ടാക്കിയിട്ട് എല്ലാ കളറും ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ്. ഏറ്റവും കൂടുതലുള്ളത് നോക്കിയാൽ അറിയാം വെള്ളപ്പൂക്കളാണ്. പിന്നെ കുടമുല്ലപ്പൂ ഉള്ളത് കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് കിട്ടിയത് താണ്ട് ഈ ഒരു വയലറ്റ് കളർ പൂവാണ്. പിന്നെ അതിന്റെ തന്നെ ഒരു റെഡ് കളർ ഒരു പൂവും കിട്ടി, ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന പൂ. അത് രണ്ടും കൂടി ഇടകലർത്തി ഇങ്ങനെ വെച്ചു. പിന്നെ മറ്റേത് നമ്മുടെ ജമന്തി പൂ ഇല്ലേ, അതാണ് മഞ്ഞ കളറ്. പിന്നെ അടുത്ത ലെയറിൽ ചെമ്പരത്തിയാണ് വെക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് നന്ദ്യാർവട്ടം പൂവായതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ് വെക്കാമെന്ന് കരുതി. കാരണം അവിടെ കൂടുതൽ പൂക്കൾ വേണമല്ലോ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടിൽ. അപ്പൊ അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടുക്കുള്ള ഭാഗത്ത് നമ്മുടെ ആ കുടമുല്ലപ്പൂവില്ലേ അതിങ്ങനെ ചെറുതായിട്ട് ഞാൻ കത്രികയ്ക്ക് നുറുക്കി എടുത്തിട്ടുണ്ട്. അത് മിക്ക വീഡിയോസിലും ഞാൻ അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ നുറുക്കി ഇടുന്നത്. അപ്പൊ ഇത്രയും കൂടെ ഭംഗി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ കുഞ്ഞൊരു പൂരാടപ്പൂക്കളെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അത്തപ്പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.